ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ് ഫ്രം കാഠ്മണ്ഡു. ഇന്നത്തെ എപ്പിസോഡ് എന്തുകൊണ്ടും പൊളിയായിരിക്കും. വിത്ത് ഫുൾ പവർ വി വിൽ ഗോണ എക്സ്പ്ലോർ ദ ഡെലീഷ്യസ് സ്ട്രീറ്റ് ഫുഡ്സ് ഓഫ് കാഠ്മണ്ഡു. അതെ, ഇന്ന് നമ്മൾ കാഠ്മണ്ഡു സ്പെഷ്യൽ സ്ട്രീറ്റ് ഫുഡ്സ് എല്ലാം നമ്മൾ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യും. ഞാൻ തനിച്ചല്ല എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്, എൻ്റെ കെനിയൻ ഫ്രണ്ടായ മൊഹ്സിനും ഉണ്ട് ഇന്ന് നമ്മുടെ ഫുഡ് ഹണ്ടിന് വേണ്ടിയിട്ട്. ഒരുപാട് നാളത്തെ റിസർച്ചിന് ശേഷമാണ് ഞാൻ ഇന്ന് ഈ ഫുഡ് ടൂറിനായിട്ട് ഇറങ്ങുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക, ഇല്ലെങ്കിൽ നേപ്പാളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മിസ്സാവുമെന്ന് എനിക്ക് ഫുൾ കോൺഫിഡൻസോടെ പറയാൻ പറ്റും. അതിലൊരു സംശയവും വേണ്ട. നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ തീം തന്നെ വാട്ട് ഐ വിൽ ഗെറ്റ് ഫോർ 500 rupees ഇൻ കാഠ്മണ്ഡു. അതെ, 500 രൂപയ്ക്ക് കാഠ്മണ്ഡുവിൽ നിന്നും എന്തെല്ലാം കിട്ടും നമുക്കിന്ന് നോക്കാം. 500 ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത് 800 നേപ്പാളി കറൻസിയാണ്. എന്നാൽ പിന്നെ വെടിക്കെട്ട് തുടങ്ങിയാലോ? നമ്മൾ രാവിലെ തന്നെ എത്തിയിട്ടുള്ളത് പട്ടാൻ ദർബാർ സ്ക്വയറിലാണ്. നേപ്പാളിലെ ലളിത്പൂർ സിറ്റിയുടെ സെന്ററിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കാഠ്മണ്ഡു വാലിയിലെ 3 ദർബാർ സ്ക്വയറിൽ ഒന്നാണ് ഈ പട്ടാൻ ദർബാർ സ്ക്വയർ. കാഠ്മണ്ഡു ദർബാർ സ്ക്വയറും ഭക്തപൂർ ദർബാർ സ്ക്വയറുമാണ് മറ്റ് രണ്ടെണ്ണം. ഈ 3 ദർബാർ സ്ക്വയറുകളും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളാണ്. പട്ടാൻ ദർബാർ സ്ക്വയർ നേവാർ വാസ്തുവിദ്യയുടെ അത്ഭുതമാണ്. നല്ല ചുവന്ന ഇഷ്ടിക ഭാഗ്യ ഇതിലൂടെ കാഴ്ചകളും കണ്ട് നടക്കാൻ എന്ത് രസമാണെന്ന് അറിയും. കൊട്ടാരവും പിന്നെ ഒരുപാട് അമ്പലങ്ങളും ചുറ്റും കാണാൻ പറ്റും. എന്നാൽ പിന്നെ നമ്മൾ വന്ന പരിപാടി നോക്കിയാലോ? ആദ്യം തന്നെ നമ്മൾ കഴിക്കാൻ പോകുന്നത് സേൽ റൊട്ടിയും ഗോരാമാരിയുമാണ്. ഒരു ശരാശരി നേപ്പാളിയുടെ ദിവസം തുടങ്ങുന്നത് തന്നെ ചായയും കൂടെ സേൽ റൊട്ടിയോ അല്ലെങ്കിൽ ഗോരാമാരിയോ കൊണ്ടായിരിക്കും. ഒരു നേവാരി ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കാണ് ഇവ രണ്ടും. ആരാണ് നേവാരികൾ? നേവാർ അല്ലെങ്കിൽ നേപ്പാമി എന്നാണ് ഇവരെ വിളിക്കുന്നത്. നേപ്പാളിലെ കാഠ്മണ്ഡു വാലിയിലെയും ചുറ്റുമുള്ള പ്രദേശങ്ങളിലെയും ചരിത്ര നിവാസികളും അതിൻ്റെ ചരിത്ര പ്രധാനമായ പൈതൃകത്തിൻ്റെയും നാഗരികതയുടെയും സൃഷ്ടാക്കളാണിവർ. നേപ്പാളി ഭാഷ തന്നെയാണ് നേവാരികളുടെ പൊതുഭാഷ. എന്തായാലും നമ്മൾ എത്തിയത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഗോരാമാരി തീർന്നു പോയിട്ടുണ്ട്. എന്നാൽ പിന്നെ നേപ്പാളി അമ്മായിയോട് ഒരു പ്ലേറ്റ് സേൽ റൊട്ടി എടുക്കാൻ പറഞ്ഞു. അരിപ്പൊടിയും പഞ്ചസാരയും ഗീയും ബട്ടറും പഴവും എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ സേൽ റൊട്ടി നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുക ദശിൻ, ദസറ എന്ന് പറയില്ലേ, നമ്മുടെ ദീപാവലി അന്നും പിന്നെ തീഹാറിൻ്റെ അന്നുമാണ് ഇവർ കാര്യമായിട്ട് ഇത് ഉണ്ടാക്കുന്നത്. കഴിക്കാൻ നല്ല കറുമുറായിട്ടിരിക്കും. കൂടെ ഒരു കപ്പ് ചായയും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി പൊളിയാവും. സേൽ റൊട്ടിക്ക് ഒന്നിന് 5 രൂപയും പിന്നെ ചായക്ക് 25 രൂപയുമാണ് ആയത്. അപ്പം കാഠ്മണ്ഡുവിലെ തന്നെ ബെസ്റ്റ് ഹൊനാച്ച കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇതുള്ളതെന്ന് വെച്ചാൽ പട്ടാനിലെ കൃഷ്ണ മന്ദിർ ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്താണ് ഇതുള്ളത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. കണ്ടില്ല, ഒരു ചെറിയ ഗുഹ മാതിരിയാണ് ഈ ഒരു സ്ഥലം. ഹലോ, ഹായ്. അപ്പോൾ ഇതാണ്ടില്ലേ, ഇതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു എൻട്രൻസ്. ക്ഷമിക്കണം, ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു തെറ്റ് വന്നിട്ടുണ്ട്. ഹൊനാച്ച എന്ന് പറയുന്നത് ഇവരുടെ കടയുടെ പേരാണ്. ഇവരുടെ സ്പെഷ്യൽ ഡിഷായ ബറ കഴിക്കാനാണ് നമ്മളിവിടെ വന്നത്. കാഠ്മണ്ഡുവിലെ ഏറ്റവും പഴയ റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണ് ഈ ഹൊനാച്ച. ഒതന്റിക് നേവാരി ഫുഡ്സിന്റെ പറുദീസയാണ് ഇവിടെ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് തലമുറകൾ കൈമാറി വന്നതാണ് ഈ റെസ്റ്റോറൻറ്റ്. ഹൊനാച്ച ഏത് വർഷമാണ് ആരംഭിച്ചതെന്ന് ഒരു ഐഡിയ ഇല്ല.
ഹൊനാച്ച ഫാമിലി പറയുന്നത് AD 1934 മുമ്പ് തന്നെ ഇവർ നേവാരി ഭക്ഷണം വിളമ്പുന്നുണ്ട് എന്നാണ്. ഇവരുടെ കടയുടെ ഉൾഭാഗവും പുറംഭാഗവും ഇപ്പോഴും ആ പഴയ രീതിയിൽ തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല ഇവരുടെ മെനു വർഷങ്ങളായിട്ടും മാറിയിട്ടില്ല. ഈ ഹൊനാച്ചന്റെ അകത്തേക്ക് കയറിയാൽ കിട്ടുന്ന ആ മണം തന്നെ നമ്മളെ വല്ലാണ്ടങ്ങ് ഇംപ്രസ് ചെയ്യും. പിന്നെ നേരെ കാണാൻ പറ്റ നല്ല ചൂടുള്ള കറുത്ത വലിയ പാനിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ചേച്ചിയാണ്. എന്ത് രസമാണ് എന്നറിയും അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ. ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഉണ്ടാക്കി തരും. പറയും പോലെ നമ്മൾ വന്നത് ഇവരുടെ സ്പെഷ്യൽ ഡിഷായ ബറ കഴിക്കാനാണല്ലോ. ഇതിനു മുമ്പ് ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു സേവറി പാൻ കേക്കാണ് ബറ. ആദ്യം പരിപ്പ് അരച്ചിട്ട് നല്ല തിക്കായിട്ടുള്ള മാവാക്കും. എന്നിട്ട് അതൊരു ഉരുള ആക്കിയിട്ട് ആ ചൂടുള്ള കല്ലിൽ വെച്ചിട്ട് കൈകൊണ്ട് അമർത്തും. അതെ, നമ്മുടെ മലബാർ ഭാഗത്ത് കാണുന്ന കൈപ്പത്തൽ അല്ലെങ്കിൽ കൈപ്പത്തിരി പോലെ. പക്ഷെ ഇനി ചെയ്യാൻ പോകുന്നതാണ് ഇതിനെ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത്. അങ്ങനെ ആ കൈകൊണ്ട് അമർത്തിയ മാവിന്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിക്കും. അതിന്റെ മുകളിലായിട്ട് കോഴിമുട്ടിയും പൊട്ടിച്ചൊഴിക്കും. പിന്നെ അതിന്റെയും മുകളിലായിട്ട് അരച്ച പോത്തിറച്ചി ഇട്ടിട്ട് ഒരു പാൻ കേക്ക് രൂപത്തിലാക്കി തരും. നേവാരി ക്യൂസിനിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബഫലോ മീറ്റ്, നമ്മുടെ പോത്തിറച്ചി. ബഫ് എന്ന് ചുരുക്കിയിട്ടാണ് നേപ്പാളികൾ വിളിക്കുക. ഒരുവിധം എല്ലാ നേപ്പാളി ഡിഷസിലും ബഫ് വേർഷൻ അവൈലബിൾ ആണ്. ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ ഒരു അനുഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലോകത്തിന്റെ പല മൂലകളിലും ഇങ്ങനെ പലതും കാണാനും അറിയാനും കഴിക്കാനും ഉണ്ട് എന്നത് തന്നെയാണ് എന്നെ യാത്ര ചെയ്യാൻ കൂടുതൽ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ നമുക്ക് കഴിക്കാനുള്ള ബറ റെഡി ആയിട്ടുണ്ട്. ആ ഇടുങ്ങിയ സെറ്റപ്പിൽ ഇരുന്നിട്ട് നമ്മളത് ആസ്വദിച്ച് കഴിച്ചു. വാ, സംഗതി നമ്മൾ എക്സ്പെക്ട് ചെയ്തതിലും കിടുവായിരുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല കട അടയ്ക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ട സാധനങ്ങൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കിട്ടൂല. അതുകൊണ്ട് ഇവിടെ വരുന്നവർ കുറച്ച് നേരത്തെ വന്നു കഴിഞ്ഞാൽ ഈ തിരക്കിന്റെ ഇടയിൽ ഇരുന്നിട്ട് എല്ലാം കഴിക്കാം. ബറ മാത്രമല്ല കേട്ടോ അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ളത് കാച്ചില, ഒരു സ്റ്റീക്ക് പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അരച്ച പോത്തിറച്ചി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ നല്ല എരിവുള്ള ഉരുളക്കിഴങ്ങിന്റെ കറിയും കിട്ടും. പിന്നെ മാസൂക്ക ജോൾ, അത് പോത്തിറച്ചിന്റെ ഒരു കറിയാണ്. പിന്നെ ചോയലയുണ്ട്, സുക്കൂട്ടി ഉണ്ട്. അങ്ങനെ മെനു അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ബറ ഒന്നിന് 70 നേപ്പാളി ആയിട്ടുണ്ട്. അങ്ങനെ ആ ഗുഹ പോലുള്ള ഹൊനാച്ചയെന്നും പുറത്തിറങ്ങിയിട്ട് നമ്മൾ നേരെ ആ പട്ടാൻ ദർബാർ സ്ക്വയർ നന്നായിട്ടൊന്ന് നടന്നു കണ്ടു. അങ്ങനെ ആ പട്ടാൻ ദർബാർ സ്ക്വയറിലൂടെ ചുമ്മാ സർക്കിട്ട് അടിച്ച് നടക്കുമ്പോഴാണ് ഒരു അമ്പലത്തിന്റെ ഉള്ളിലായിട്ട് നമ്മൾ കല്യാണം നടക്കുന്നതാണ്. गौरी तुमको निसदिन जावत मैया जी को सदाई मनावत हरि ब्रह्मा शिवरी ओम जय अम्बे गौ। गुरु जी माल दो मैया रतांबर राजे रात पुष्प गलमाला लाल पुष्प गलमाला कंठन पर साजे ओम जय अम्बे गौरी के हरि वाहन राजत. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നല്ല ഫുൾ പവറോടെ ഇവിടെ തീരാണ്. ബാക്കി ഭാഗം നാളെ കൃത്യം 7 മണിക്ക് വരുന്നതായിരിക്കും. അപ്പം എല്ലാവരോടും ബൈ.